മരണം മനുഷ്യ സഹജമല്ലേ? പെണ്ണ് എന്ത് തെറ്റ് ചെയ്തു ഇങ്ങനെയൊക്കെ ദ്രോഹിക്കാൻ? നല്ല ഭക്ഷണം പോലും കൊടുക്കാതെ കഷ്ടമല്ലേ? ഞാൻ തന്നെ നോക്കിയിരിക്കായിരുന്നു. പാടത്ത് പണിക്കാർക്കുള്ള ആഹാരം തയ്യാറായിട്ടുണ്ട്. താനതൊന്ന് കൊണ്ടോണം. തനിക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. ഞാൻ കൊടുത്തോളാം. ആ ശരി. ഒന്ന് സഹായിക്കാം. പിന്നെന്താ? മനക്കൊരു വിശേഷം വല്ലതും ഉണ്ടോ? കായ്കറികൾ എമ്പാടും ഉണ്ടല്ലോ. കൽക്കട്ടയിൽ ആരാണ്ട് വരണണ്ടത്രേ. കൽക്കത്തയിന്നാരാ? ഓ, റെയിൽവേയിൽ ജോലിയുള്ള ഹരിക്കൂട്ടൻ. അയാള് കുടുംബമായിട്ട് അവിടെ തന്നെയല്ലേ? ആണോ? അയാള് വന്ന മനക്കല് മാത്രമല്ല, നാട്ടുകാർക്കും ഒരു ആഘോഷം തന്നെയാ. വണ്ടി പുക വണ്ടി 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 നിന്നെ പോലെ വയറ്റനിക്കും തീയാണ് ചെണ്ടി നടന്നാൽ. പുതിയ പണിക്കാരനെ വെച്ചിട്ട് എന്നോട് പറഞ്ഞില്ല. നീ സാധനങ്ങളെ കൊണ്ട് അവിടെ വെച്ചിട്ട് ഓടി വന്ന് കാറ് കഴിയടാ. ഹരിചന്ദ്രൻ സ്റ്റേഷനിൽ നിന്ന് കൂട്ടാനുള്ളതാ. ഇവിടെ ഒരു ഡ്രൈവർ ഉണ്ടെന്ന് കേട്ടു. അത് നിങ്ങളാണോ? അത് ഞാനാ. എന്താ വേണ്ടേ? എന്തായാലും കാറ് കഴുകൽ എന്റെ പണിയൊന്നുമല്ല. നിന്റെ പണി എന്താ? എനിക്ക് വേറെ ജോലിയൊക്കെ ഉണ്ട്. അതെന്താ പ്രശ്നം വെച്ച് ദോഷം കണ്ടുപിടിക്കല എന്റെ ജോലി. എന്നാ പ്രശ്നം വെച്ച് എന്റെ ദോഷം ഒന്ന് കണ്ടുപിടിക്കാമോ? അത് പറയാനൊന്നും ഇല്ലല്ലോ. ഫലം ദോഷം തന്നെ. സൂക്ഷിച്ചില്ലെങ്കിലേ തട്ട് കിട്ടും. ഉറപ്പാ. നോക്കിപ്പോയില്ലെങ്കിലേ കാല് തട്ടി ദോഷം കണ്ടുപിടിക്കണോ? അങ്ങനെ ഹരിയേട്ടൻ 1.5 വർഷം കഴിഞ്ഞ് കൽക്കട്ടയിൽ വരികയല്ലേ? ഞങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമല്ലേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ അങ്ങോട്ട് വന്ന ജോലി ശരിയാക്കി തരാമെന്ന്. ഇവിടെ നിന്നിട്ട് എന്താടാ ഗുണം? അവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോറിൻ സാധനങ്ങൾ വാങ്ങാൻ കിട്ടും.
അതിനോടുള്ള നിങ്ങളുടെ ആർത്തി അങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുമല്ലോ. അത് വേണ്ട, ഞാൻ 12 കൊല്ലമായിട്ട് ഇവിടുത്തെ ഡ്രൈവറല്ലേ. എനിക്കൊന്നിനും ഒരു കുറവും വരുത്തിയിട്ടില്ല. മരണം വരെ ഇവിടെ മതി. പിന്നെ തറവാട്ടിലിപ്പോ ചില അനിഷ്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിത്തമ്പുരാന്റെ മരണം തന്നെ നോക്കിയേ. ആരെങ്കിലും പ്രതീക്ഷിച്ചാണോ ഇതൊക്കെ? എല്ലാം വിധിയെന്നല്ലേ പറയാൻ പറ്റൂ. ഇരുന്നോളൂ. വിവരങ്ങൾ അറിഞ്ഞപ്പോ ഞങ്ങളും വല്ലാണ്ട് വിഷമിച്ചു. ഈശ്വര നിശ്ചയം എന്നല്ലാണ്ട് എന്താ പറയുക? കർമ്മങ്ങൾക്കായി ആരോ വന്നു കേട്ടു. ആരമ്മായി? പുതുപ്പള്ളി സ്വാമിയാര്. ഓ, പേര് കേട്ടയാളാ. ആ, എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ മാറിക്കിട്ടുമല്ലോ. മോളില് മുറി ശരിയാക്കിയിട്ടുണ്ട്. കുളിച്ചു വന്നോളൂ. ഊണ് കാലായിട്ടുണ്ട്. ശ്രീജേ. എന്താ അമ്മായി? ആ, സൂക്ഷിച്ചു കൊണ്ടുപോകണം. പൊട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിലേ. നമസ്കാരം. ആ, അങ്ങോട്ട് ഇരിക്കുക. ആ, എന്താ ചെയ്യാ, പണ്ടത്തെ പോലെ പണിക്ക് ആളെ ഒന്നും കിട്ടണില്ല. അകത്ത് ചില സഹായങ്ങൾക്കൊക്കെ ചെക്കനെ കൂടുന്നുണ്ട്. വിരോധം ഉണ്ടാച്ചാ പറയണം. സന്തോഷേ ഉള്ളൂ. ആരുമില്ല അവന്. ചെറുപ്പത്തിലേ കൂടിയത് എന്റെ കൂടെ. പിന്നെ പോവാ ഞാനിട്ട് പറഞ്ഞില്ല. ആ, ഇത് ഹരികുമാർ, മരിച്ചുപോയ പെങ്ങളുടെ മാനാ. കുടുംബമായിട്ട് കൽക്കട്ടയിലാ. റെയിൽവേയിലെ വലിയ ഉദ്യോഗസ്ഥനാ. കൊല്ലത്തിൽ ഒരിക്കൽ വന്നിട്ട് പോകും. അത് തന്നെ വലിയ കാര്യം. സ്വാമിക്ക് അറിയാലോ നഗരത്തിൽ ജീവിക്കുന്നതിന്റെ ഓരോ ബുദ്ധിമുട്ടുകൾ. അതൊന്നും ഇവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് നിന്നേ. അയാളെവിടെ? നിന്റെ ഗുരു അവിടെ എങ്ങനെയും കാണും. അയാൾക്ക് എന്നെ കാണുമ്പോ വല്ലാത്തൊരു നോട്ടം ഭാവം ഒക്കെ ഉണ്ട്. നോട്ടം മാത്രമേ ഉള്ളൂ അതോ? എങ്കിലും അയാള് വിവരം അറിയും. നീ ഇവിടെ പണിക്ക് വന്ന ചെക്കനാണോ? അല്ല, നമ്പൂരി അദ്ദേഹം പറഞ്ഞുകൊണ്ട് സഹായത്തിന് വന്നതാ. ഇനി എന്തെങ്കിലും അറിയണോ മാഡത്തിന്? ഓ വേണ്ട, പൊക്കോ നീ. ഒന്ന് നിൽക്ക. കുറച്ചു ദിവസത്തെ കർമ്മങ്ങൾക്കായി എത്തിയ നമുക്കിപ്പോ ഒരായുസ് മുഴുവനും ചെയ്താലും മതി വരില്ല എന്നായിരിക്കണു. ഉണ്ണിമായ്ക്ക് മനസ്സിലാവണ്ടോ? എന്റെ പ്രീതി നേടിയിച്ചാൽ ഇയാൾക്ക് ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാം. കവടി അങ്ങോട്ട് നിർത്തിയിട്ട് നിന്നെ ഈ തറവാട്ടിൽ നിർത്തിയ ദോഷാണെന്ന് നാം പറയാം. അപ്പോ സ്വന്തം തറവാട്ടിലേക്ക് അങ്ങോട്ട് വിടും. നാം അവിടെ വന്ന് രഹസ്യമായിട്ടൊരു പുടവ തരികയും ചെയ്യാം. ഇല്ലാച്ചാൽ വിധവയുടെ ദോഷങ്ങളൊക്കെ അറിയാലോ അല്ലേ? വിധവ അണിഞ്ഞൊരുങ്ങാനേ പാടില്ല. ഇങ്ങനൊരു ചോദ്യം എന്നോട് തന്നെ ചോദിക്കാൻ ഈ കുട്ടിക്ക് എങ്ങനെ ധൈര്യം വന്നു? ഞാൻ കേട്ടിട്ടില്ല.